എൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും അതിനകത്ത് ഈ ഫ്ലോട്ടിൻ്റെ ബാക്കിലൊക്കെ ബോയ്സൊക്കെ ഭയങ്കരമായി ഡാൻസ് കളിക്കുക ആർമാദിക്കുന്നത് കാണും. അപ്പം നമുക്കും ആ ഒരു ചെണ്ടമേളവും പാട്ടും ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും കളിക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ നടന്നിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളിവിടെ ആദ്യത്തെ ഉത്സവത്തിന് ഞാനിങ്ങനെ എൻ്റെ ഹസ്ബൻഡും ഫ്രണ്ട്സും ഒക്കെ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു, ഞാൻ ഡാൻസ് കളിച്ചു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉത്സവത്തിന് ഡാൻസ് കളിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. നല്ല അടിപൊളിയായിരുന്നു. ഇപ്പം മൂന്നാമത്തെ വർഷമായത് ഉത്സവം നടക്കുന്നത്. ഈ 3 വർഷവും ഞാൻ അടിച്ച് പൊളിച്ച് നമ്മളെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചു. ഓക്കെ, അപ്പോൾ അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ ഉത്സവം കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഓർമ്മകളാണ്. നമുക്ക് തുടങ്ങാനൊരു ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ ഡാൻസ് കളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ആ പാട്ടും DJയും എഫക്റ്റും അത് മൊത്തം നമ്മൾ നല്ലോണം ചെയ്യുന്ന പരിപാടിയാണ്. കണ്ടാ, നല്ല ലേഡീസിൻ്റെ ഇപ്പം ഗേൾസിന് തന്നെ ഒരു ഫ്ലോട്ട് ഇറക്കി അവർ കളിക്കുക. ഇപ്പോൾ 2 വർഷമായിട്ട് ഇവിടെ നമുക്ക് ലേഡീസിന് മാത്രമായിട്ട് ഫ്ലോട്ടുണ്ട്. നമ്മൾ പൈസ ഇട്ട് ഉള്ള ഒരു ഫ്ലോട്ട് സെലക്ട് ചെയ്ത് ഡ്രസ് കോഡൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇവരുടെയും അങ്ങേയറ്റം വരെ അമ്പലം വരെ പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മബിയുടെ കൂടെയും അങ്ങേയറ്റം വരെ പോവും. അങ്ങനെ നല്ല രസമാണ്. കണ്ടോ, അങ്ങനെ നമ്മൾ ആ ഫ്ലോട്ടിലെല്ലാം വന്ന് അമ്പലത്തിന് മുമ്പിൽ കുഞ്ഞ് ഗ്രൗണ്ടിൽ അവിടെ സ്റ്റേജൊക്കെ ഉണ്ട്, അവിടെ ആയിരിക്കും എല്ലാവരും വന്ന് കൂടുന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിട്ടോ. എല്ലാ വർഷവും നമ്മുടെ ഉത്സവം. അപ്പോൾ എൻ്റെ വീട്ടിലെ ഉമ്മയും വാപ്പിയും അനിയത്തിയും ചാമയും എല്ലാവരും വരും. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ സദ്യ ഒരുക്കും. അങ്ങനെ അത് നമ്മുടെ ഓണം കണക്കൊക്കെ, ഓണത്തിനെയും കായൊക്കെ എനിക്കൊന്ന് ആഘോഷം കൂടുതൽ ഈ പ്രോഗ്രാമിൽ. ഓക്കെ, ബൈ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.